വന്ന് എടുക്കും. അയ്യോ വേസ്റ്റ് കളയാണോ? വേസ്റ്റ് അയ്യോ അക്രമം കണ്ടോ ഗൈസ്, അവളതിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. പറയട്ടെ എന്തുവാ? ഒന്നുമില്ല ഗൈസ്, വല്ലതും കിട്ടുമല്ലോ എന്ന് നമുക്കറിയാം. എല്ലാരും പ്രത്യേകം തിരക്കണമെന്ന് യുവ കർഷകരെ നമുക്ക് കാണാം. എന്താ നമ്മളിവിടെ പയറിന് പന്തലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അയ്യോ വീഴല്ലേ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് നാൾ മുന്നേ എടുത്തതാണ്, പക്ഷെ ഞാൻ ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ചമ്പുചാൻ ഓഫീസിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പയറിന് പന്തലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പയറെല്ലാം വളർന്നിട്ടുണ്ടായിരുന്നു, അപ്പം അത് മാറ്റാൻ സമയമായി. അപ്പം അതിനുള്ള പന്തൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശമ്പുചേട്ടൻ. നമ്മൾ ഓൾറെഡി ആ കമ്പുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദികുട്ടാ, ഹലോ. ആദ്യക്കുട്ടി അവിടെ താഴേന്ന് എന്തൊക്കെയോ പെറുക്കി കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. തക്കം കിട്ടിയ വായിലെടുത്തിടാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. നമ്മള് പയറിന് അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ പോകണോ? ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജമന്തി പിടിച്ച് നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയല്ലേ, ഒരെണ്ണം വാടി നിൽക്കാണ്. അപ്പോൾ നമ്മൾ നട്ട ജമന്തിയിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണല്ലോ. അതാണ് ഞാൻ ഈ സൂം ചെയ്തൊക്കെ കാണിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെ ചെടിയിലൊക്കെ പൂ പിടിച്ചല്ല, സന്തോഷമാണ്. വളർത്താനുള്ള പയറ് സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം വന്ന് അത് ചുറ്റുന്ന പരുവായി. പക്ഷെ ഇതിനകത്ത് ഒരു ഡേഞ്ചർ ഉള്ളതെന്ന് വെച്ചാല് അതല്ല ഡേഞ്ചർ അതല്ല. ഇപ്പൊ പഴയ നമ്മുടെ ചീരയുടെ എക്സ്പീരിയൻസ് അറിയില്ല. നമ്മൾ പുറത്തെടുത്ത് വെച്ചപ്പം നമ്മള് തന്നെ ഡെയിലി ഒരു പ്രാവിന്, വരുത്തൻ പ്രാവിന്, നമ്മളല്ല അവള് ഇങ്ങനെ അരിയിട്ട് കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ പ്രാവ് കയറി ഉഴുതു മറിഞ്ഞ ആദ്യത്തെ ട്രിപ്പ് ചീരത്തൈ എല്ലാം തിന്നു തീർത്ത്. അപ്പൊ ഇതിന്റെ തണ്ട് ഭയങ്കര ഇതായോണ്ട് അതൊക്കെ വന്ന് കടിച്ച് തിന്നുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് നമുക്ക് ഇനി അകത്ത് വെക്കാൻ പറ്റത്തില്ല, പുറത്ത് വെക്കാൻ പോവാ. അപ്പം വല്ലതും കിട്ടുമല്ലോ എന്ന് നമുക്കറിയാം. അതെ, യുവ കർഷകരെ നമുക്ക് കാണാം. എന്താ മാക്സിമം ശബ്ദനെ സഹായിക്കുന്നുണ്ട്. വള്ളിയൊക്കെ കുരുക്കഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയിലാണ്, വണ്ടിയിൽ കുരുക്കൊക്കെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ദിവസവും വള്ളി കുരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മണ്ണിടുവാണ് കേട്ടോ. അപ്പം കൊറേ ഇതുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മണ്ണിട്ട്. നല്ല വെയിലുണ്ട്, ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടാവും അറിയത്തില്ല. നമ്മള് ഭാവി കുക്കുംബറും അത്രയ്ക്ക് അങ്ങോട്ട് വലുതായില്ലേ. ചിലപ്പോ അത് കേറും. വെയില് വേണമെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ചെറുതിലെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാവ് ഇതൊക്കെ ഇച്ചിരി തിന്നും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലാഗ് ഇട്ടത്. ഇതിനകത്ത് 1 2 3 4 5 നമുക്ക് കിട്ടും. വള്ളി വീശിയിട്ടില്ല, ബാക്കിയെല്ലാം ഓക്കെ ആണ്. 4ാമത്തേനും വള്ളി വീശിയിട്ടില്ല. 3 വള്ളി വീശിയത്. ആ 3 കയറി കൊരുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഇടാം അല്ലേ? സത്യം പറഞ്ഞാ ഇവള് പ്രോ കർഷകയാണ്. പണ്ടത്തെ യുവ കർഷക സ്ത്രീയുടെ അവാർഡൊക്കെ കിട്ടിയതാ. പക്ഷെ അവാർഡ് നമുക്ക് കാണിക്കാൻ അവള് നിവൃത്തിയില്ലതേ ഉള്ളൂ. ഒന്നും പറയുന്നില്ലേ? ഈ വീഡിയോ കഴിയുന്നതോടി എന്നെ എല്ലാരും പ്രത്യേകം തിരക്കണമെന്ന് കമന്റ് അയച്ചും വാട്സപ്പ് അറിയുന്നവർ അങ്ങനെ തിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിടിച്ച
പിടിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിടിച്ചായിരുന്നെങ്കിൽ നല്ലായിരുന്നു. പയറൊക്കെ ഇതാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും. കാരണം മറ്റേ പിടിച്ചു കഴിഞ്ഞാൽ നല്ലോണം പിടിക്കും അല്ലേ? മീൻസ് ഒരു പയറ് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ പയറ് പിടിക്കും. ഓ അങ്ങനെ. അതായിരുന്നു കവിത ഉദ്ദേശിച്ചേ. അതെ അതെ. അവിടെ ഒരാൾ ഇവിടെ ഭയങ്കര കളിയാണ്. ഇവിടെ ഉണ്ട് ഈ വള്ളി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ആദ്യക്കുട്ടി. ആദ്യക്കുട്ടി ഇങ്ങ് വന്നേ. ആദ്യക്കുട്ടി നടന്നു വരുവാണ്. ആദ്യക്കുട്ട അത് ഡോറാ. വഴിയിൽ എന്തെങ്കിലും പിടിക്കാൻ കിട്ടിയാൽ അതേ പിടിക്കും, ഇല്ലെങ്കിൽ തനിയെ നടന്നോളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പഴയ വീഡിയോ ആണ്. കുറച്ച് നാളായി വീഡിയോ എടുത്തിട്ട്. ആ സമയത്ത് ആദ്യക്കുട്ടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പൊ ആദ്യക്കുട്ടി ഭയങ്കര ഓട്ടമാണ്. ഭയങ്കര നടത്തവും ഭയങ്കര ഓട്ടവും ഒക്കെയാണ് ആദ്യക്കുട്ടി. വെള്ളം കൊണ്ടുവരും. കർഷക വെള്ളം കൊണ്ടുവരും. ഈ കർഷകരെ പറ്റിയുള്ള സത്യം ഞാൻ പറയുന്ന കാര്യം, കൃഷിയെ പറ്റിയുള്ള സത്യം പറയട്ടെ. എന്തുവാ? ഒന്നുമില്ല. പോയി വെള്ളം എടുത്തോണ്ട് വരൂ. മറ്റേ വെള്ളം ഒഴിക്കാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞത് എത്ര രൂപയായിരുന്നു? ഒരു 1,300 അങ്ങാണ്ട്. ഗൈസ്, ഈ തണുപ്പൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല ചൂടുണ്ട്. നമ്മള് ഒരുപാട് ഡയറക്റ്റ് വെയിലടിക്കാത്ത ഒരു പൊസിഷൻ നോക്കി ഇത് വെക്കുവാണ്. അടിപൊളിയായിട്ട് ആദ്യക്കുട്ടിയുടെ സഹായം കിട്ടിയുള്ളതുകൊണ്ട് ഇതിനിടയ്ക്ക് ആദ്യക്കുട്ടി വന്നിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ആദ്യക്കുട്ടി കളിയൊക്കെ മതിയാക്കിയിട്ട് പിന്നെ അതിനെ ആദ്യക്കുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യക്കുട്ടി ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ ഞാൻ ആദ്യക്കുട്ടി എടുത്തോണ്ടാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ശംഭുചേട്ടനാണെങ്കിൽ ജസ്റ്റ് ഒരു ആ പയറിന് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇതേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുകളിലത്തെ പന്തൽ കെട്ടുന്നത് അതിന് വേറെ ഒരു ദിവസം കെട്ടാന്നാണ്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പയർ ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സിസ്റ്റത്തിൽ 3-3 തിരിച്ചു വിട്ടിട്ടുണ്ട്. അത് മേളിലോട്ട് കയറാനുള്ള ഇവിടെ പന്തലും കൊടുത്തിട്ടുണ്ട്. പ്രാവ് ശല്യമാക്കിയില്ലെങ്കിൽ നമുക്ക് നോക്കാം പിടിക്കുമോ ഇല്ലയോ. ചെടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകിട്ട് പർച്ചേസിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മളിന്ന് പുറത്തോട്ട് പോവാണ്. കുറച്ച് പർച്ചേസ് പറയാൻ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ചേട്ടനും ചേച്ചിയുടെയും ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു കഫ്തീരിയാണ്. അപ്പം അവിടെ പോയി എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കണം. പറ്റുമെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു കുട്ടി വ്ളോഗല്ല, ഒരു ഷോർട്ട് വീഡിയോ കൂടെ ചെയ്യണം. അതാണ് ഉദ്ദേശം. പിന്നെ പർച്ചേസ് ഉണ്ട്. ആദ്യക്കുട്ടിയുടെ കുളിപ്പിക്കുന്ന ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. കൈ വായനടുത്ത് നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ. ആദ്യക്കുട്ടി കുറിയൊക്കെ തൊട്ട് സുന്ദരി പെണ്ണായിട്ട് എന്തേലും പറഞ്ഞേ. ഓക്കെ ആദ്യക്കുട്ടി ടാറ്റ. അപ്പൊ നമുക്ക് വഴിയാണ്. വേസ്റ്റ് കളയാണോ? വേസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ വേസ്റ്റ് ഇങ്ങനെ കവറിലൊക്കെ കെട്ടി. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. വേസ്റ്റൊക്കെ എല്ലാം ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഏരിയ നമ്മുടെ നാട്ടിലും കാണും, പക്ഷെ ആരും അത് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഓരോ സൈഡിലും അതിന് വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ട്രാഷ് വെച്ചേക്കും. എന്നിട്ട് അത് എന്നും രാത്രി ആകുമ്പം ഒരു 10-11 മണിയാകുമ്പോൾ അതിന് ആൾക്കാർ വന്ന് എടുത്തിട്ട് വേസ്റ്റ് കൊണ്ടുവന്നൊരു വണ്ടി വന്നിട്ട് അത് എടുത്തിട്ട് പോകും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം അല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സിസ്റ്റം വേണമെന്ന്. അടിപൊളിയായിരിക്കും. പക്ഷെ ഇതൊക്കെ എവിടാണ് കൊണ്ട് കളയുന്നതെന്ന് അറിയില്ല. പക്ഷെ അത് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ വീട്ടിൽ എന്ത് വേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇതിനകത്തിൽ ഇട്ടാൽ മതി. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാ ഏരിയയിലും ഉണ്ട്. എല്ലാ ഏരിയയിലും ഇതേപോലെ കൃത്യമായിട്ട് ട്രാഷ് വെച്ചിട്ടുണ്ട്. ആദികുട്ടി
നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഈ കാണുന്നത് ട്വിൻ ടവർ ആണ്. അപ്പം നമ്മൾ പർച്ചേസിനായിട്ട് വന്നത് ഗുദേബിയ നെസ്റ്റോയിലോട്ടാണ്. അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ വാങ്ങേണ്ട പർച്ചേസിന് ഞങ്ങൾ നെസ്റ്റോയിലാണ് വരാറ്. അപ്പം ഞങ്ങൾ അവിടുത്തെ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് വിളിച്ചു ശമിച്ചേൻ്റെ. അപ്പം അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ നെസ്റ്റോയുടെ പാർക്കിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് എൻട്രൻസ്. താഴെ 2 എൻട്രൻസും മുകളിലൊരു എൻട്രൻസും ആണ് കേട്ടോ ഉള്ളത്. ശംഭുചേട്ടൻ വീഡിയോ കോൾ ചെയ്യുന്ന ഗ്യാപ്പിൽ ആദ്യക്കുട്ടി കാറിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങാൻ നോക്കുകയാണ്. ഇപ്പോഴത്തെ ആദ്യക്കുട്ടിയുടെ ഹോബിയാണ് കേട്ടോ ഇത്. കാറിൻ്റെ ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് ഇങ്ങനെ നടന്നങ്ങ് കയറും. ആദ്യക്കുട്ട അപ്പോൾ ഫോൺ വിളികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നെസ്റ്റോയുടെ അകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ശംചേനോട് പറഞ്ഞു ആദ്യക്കുട്ടിയെ അങ്ങ് ഫ്രീ ആയിട്ട് വിടാം, അവൾ നടന്ന് തനിയെ പോട്ടെന്ന് പറഞ്ഞു. ആളിപ്പോൾ നടക്കുമല്ലോ, അപ്പം തനിയെ പോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യക്കുട്ടി അതുവഴി പോയ ചേച്ചിമാരെയും എല്ലാവരെയും ചിരിച്ചൊക്കെ കാണിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പയ്യെ നടന്ന് അകത്തോട്ടൊക്കെ കയറുവാണ്. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കൂടുതലും ഷോപ്സിലെല്ലാം വിൻ്റർ കളക്ഷൻസ് ആണ് കൂടുതൽ. അപ്പം ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനൊക്കെ നോക്കി കുറേ ടോയ്സും അതും ഇതുമൊക്കെ കണ്ടു. ആദ്യക്കുട്ടിയുടെയും ഒക്കെ പ്രായത്തിലുള്ള ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ. പിന്നെ ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് എല്ലാം നോക്കിയതേ ഉള്ളൂ. ആദ്യക്കുട്ട ഹലോ, ഈ അക്രമം കണ്ടോ ഗൈസ്, നമ്മളതിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. ഇത് വെള്ളച്ചാട്ടമൊന്നുമല്ല, കാലിട്ടടിക്കാൻ. ഹലോ, ഈ സാധനം വാങ്ങിച്ചു ഗൈസ്. ഏകദേശം നമ്മളിത് ഇങ്ങനെ നിറച്ചോണ്ട് പോവുകയാണ്. ഒന്നും അറിയാതെ ആദ്യക്കുട്ടിയും അമ്മക്കുട്ടിയും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ വിളിക്കുക ആദ്യക്കുട്ടി കടിക്കുന്നു. ബാ 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 ആദ്യക്കുട്ടി ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇവള് സ്വന്തമായിട്ട് പെറുക്കാൻ തുടങ്ങുമ്പം ഞാൻ ശരിക്കും പെട്ടുപോവായിരിക്കും ഗായ്സ്. അതെ, ഓരോന്ന് എടുക്കും. അയ്യോ, ഇപ്പഴേ പഠിപ്പിക്ക്. അപ്പം നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യക്കുട്ടിയുടെ കയ്യിലൊരു M&M's ഇരിപ്പുണ്ട്. അതാണെങ്കിൽ ആദ്യക്കുട്ടിക്ക് കിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തതാണ് ഞാൻ. അത് താഴെ ഇട്ടപ്പോൾ അത് പൊട്ടി. പിന്നെ നമ്മളതങ്ങ് വാങ്ങിച്ചു. ആദ്യക്കുട്ടി ഇന്നത്തില്ല, ഞങ്ങൾ കിളിക്ക് കാണിച്ചേ. എല്ലാവരെയും സൗണ്ട് കേൾപ്പിച്ചേ. കിളിക്ക് കാണിച്ച പൊന്നെ. ആ കിളിക്ക് കേൾപ്പിച്ചേ. ആ അപ്പം നമ്മുടെ ഈ കുട്ടി ഈവനിങ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.